ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. ഉദങ്മുഖോ ഭവേദ്വക്ത ശ്രോതാ വൈ പ്രാങ്മുഖസ്തദാ പ്രാങ്മുഖശ്ചേത് ഭവേദ്വക്ത ശ്രോതാ ചോദങ്മുഖസ്തദാ. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ഭാഗവത കഥ പറയുന്ന വക്താവ് ശ്രോതാക്കൾ അവരുടെയൊക്കെ സ്ഥാനം എങ്ങനെയാവണം, ഏത് ദിക്കിലാവണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഉദങ്മുഖോ ഭവേദ്വക്ത. ഉദങ്മുഖ എന്ന് പറഞ്ഞാൽ വടക്കോട്ട്, ഭവേദ വക്ത വായിക്കുന്നയാൾ അല്ലെങ്കിൽ ഭഗവത് കഥ പറയുന്ന ആൾ വടക്കോട്ട് നോക്കിയിരിക്കണം. ആ സമയത്ത് ശ്രോതാവൈ പ്രാങ്മുഖസ്തദ, ശ്രോതാവാകട്ടെ പ്രാങ്മുഖ കിഴക്കോട്ട്, തഥാ അപ്പോൾ പറയുന്ന ആൾ അല്ലെങ്കിൽ വായിക്കുന്ന ആൾ വടക്കോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ ശ്രോതാക്കൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. ഇനി അതല്ല എങ്കിൽ പ്രാങ്മുഖശ്ചേത് ഭവേദ്വക്ത, ഇനി പറയുന്ന ആൾ പ്രാങ്മുഖശ്ചേത് അങ്ങനെയാണെങ്കിൽ ഭവേദ വക്ത, വക്താവ് പറയുന്ന ആൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ശ്രോത ചോദങ്മുഖസ്തദാ, ശ്രോതാച ഉദങ്മുഖസ്തദ, ശ്രോതാവാകട്ടെ വടക്കോട്ട് നോക്കി വേണം ഇരിക്കാൻ. ഇനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉദങ്മുഖോ ഭവേദ്വക്ത ശ്രോതാ വൈ പ്രാങ്മുഖസ്തദാ പ്രാങ്മുഖശ്ചേദ്വദ് ഭവേദ്വക്ത ശ്രോതാ ചോദങ്മുഖസ്തദാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭവേദ്വക്ത, അവിടെ ഭവേദ വക്ത ആണ് പദം പിരിക്കേണ്ട. ദ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തത് അങ്ങനെ തന്നെ വായിച്ചാൽ മതിയാവും. ഭവേദ്വക്ത, അപ്പോൾ അവിടെ വക്ത എന്നുള്ള ഇത് വരും. അതേപോലെ തന്നെയാണ് പ്രാങ്മുഖസ്തദ. ഈ രണ്ട് വാക്കുകളെ അതിൽ പുതിയതായിട്ടെന്ന് പറയാനുള്ളൂ, ഉദങ്മുഖം പ്രാങ്മുഖം. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അഥവാ പൂർവദിജ്ഞേയ പൂജ്യ പൂജകമധ്യത ശ്രോതൃനാമാഗമേ പ്രോക്ത ദേശകാലാദികോവിദൈ. അഥവാ പൂർവവിജ്ഞേയ, അതായത് ഈ ഒരു ശ്ലോകത്തിൽ ആ ദിക്കുകളുടെ മറ്റൊരു വ്യാഖ്യാനമാണ് ഈ ഒരു ശ്ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അഥവാ പൂർവവിജ്ഞേയ പൂജ്യ പൂജക മധ്യത, അതായത് പൂജ്യൻ എന്ന് പറയുന്ന ഇവിടെ വക്താവും പൂജകന്മാർ ശ്രോതാക്കളുമാണ്. അപ്പോൾ ഇവരുടെ മധ്യം എന്ന് പറയുന്നത് തന്നെയാണ് പൂർവദിക്ക് അഥവാ കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രോതൃണാം ആഗമേ പ്രോക്ത ദേശകാലാദികോവിദൈ, ഈ ദേശകാലാദികളെ നിർണയിക്കുവാൻ വേണ്ടിയിട്ട് പണ്ടുള്ള സമർത്ഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നിശ്ചയിച്ചു വച്ചിരിക്കുന്നതാണ്. ഇവരുടെ നടുക്കുള്ള ഭാഗം കിഴക്ക് ദിക്കായി സങ്കല്പിക്കാം. ഇവിടെ പൂജ്യൻ എന്ന് പറയുന്നത് വക്താവാണെങ്കിൽ പൂജകന്മാർ ശ്രോതാക്കളായിരിക്കണം. അപ്പോൾ ആ ദിക്കുകൾക്ക് ഏകദേശം ഒരു ധാരണയാവുന്ന ഇവരുടെ മധ്യത്തിലുള്ള ഭാഗം കിഴക്കാണെന്ന് പറയുന്നു. ഇതിൽ പൂജ്യനാരാണ് പൂജകനാരാണ് എന്നും വ്യക്തമാക്കുന്നു. ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഥവാ പൂർവദിജ്ഞേയ പൂജ്യ പൂജകമധ്യത ശ്രോതൃനാമാഗമേ പ്രോക്ത ദേശകാലാദികോവിദൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേശകാലാദികോവിദൈ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രവിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്ത കാര്യോതി നിസ്പൃഹ. വിരക്തോ വൈഷ്ണവോ വിപ്രോ, ഇനിയും വക്താവിന് വേണ്ട ഗുണങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ആള് വിരക്തോ വൈഷ്ണവോ വിപ്രോ, വിരക്തനാവണം. അതായത് സ്ത്രീ പുത്ര ധന ആദ്യമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആസക്തിയില്ലാത്തവനായിരിക്കണം.
വൈഷ്ണവോ വിഷ്ണുഭക്തനാവണം, വിപ്രോ ബ്രാഹ്മണൻ അഥവാ ബ്രഹ്മജ്ഞാനം നേടിയവനാവണം. വേദശാസ്ത്രാഭ്യാസനത്തിൽ ഒക്കെ താല്പര്യമുള്ള ആൾ. അത് തന്നെ അടുത്ത ഇതിൽ പറയുന്നത് വേദശാസ്ത്രാദി ശുദ്ധികൃത, വേദശാസ്ത്രാദികളുടെ അഭ്യാസം കൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ അത് ഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ശുദ്ധികൃത, അന്തഃശുദ്ധി ഉണ്ടായിട്ടുള്ള ആളാവണം. പിന്നെയോ ദൃഷ്ടാന്ത കുശലോധീരോ, ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ഉദാഹരണത്തോടു കൂടി പറയുമ്പോൾ അത് പെട്ടെന്ന് ശ്രോതാക്കളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ ദൃഷ്ടാന്ത കുശലോ, ഉദാഹരണങ്ങൾ പറയുന്നതിൽ കുശലനായിട്ടുള്ളവൻ, സാമർഥ്യമുള്ളവനാവണം. പിന്നെ ധീരോ വക്ത കാര്യോതി നിസ്പൃഹ, ധീരനാവണം വക്താവ്. പിന്നെയോ കാര്യോതി നിസ്പൃഹ, അതായത് ഒട്ടും തന്നെയും താല്പര്യം, അതായത് ആഗ്രഹങ്ങൾ ഇല്ലാത്തവനുമായിട്ടുള്ള വക്താവിനെ വേണം നിശ്ചയിക്കാൻ. എന്തിലെങ്കിലുമൊക്കെ താല്പര്യം, അത് ധനത്തോടാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും, അത് പ്രശസ്തിയാവാം, ഏത് തരത്തിലാണെങ്കിലും അങ്ങനെയുള്ളതിനോട് താല്പര്യമുള്ള ഒരാളിന് വക്താവായിരിക്കുവാൻ യോഗ്യനല്ല എന്നർത്ഥം. അപ്പോൾ ഇരിക്കുന്ന ആൾ ധീരനാവണം, ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആളാവണം, വിഷ്ണു ഭക്തനാവണം, ആസക്തിഹീനനാവണം, വേദശാസ്ത്രങ്ങളിൽ ജ്ഞാനം നേടി അന്തഃശുദ്ധി വരുത്തിയിട്ടുള്ള ബ്രാഹ്മണനാവണം. പിന്നെയോ ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ കുശലനാവണം. ഇതൊക്കെയാണ് ഒരു വക്താവിൻ്റെ യോഗ്യതയായിട്ടിവിടെ ശ്രീ വ്യാസഭഗവാൻ പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രവിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്ത കാര്യോതി നിസ്പൃഹ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വേദശാസ്ത്രവിശുദ്ധികൃത്, അത് ചില ഗ്രന്ഥങ്ങളിൽ വേദശാസ്ത്രാദിശുദ്ധികൃത് എന്നും കാണാറുണ്ട്. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. പിന്നെ അടുത്തത് കാര്യോതി നിസ്പൃഹ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്ലേഷണം വരുന്നത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക. ഇനി 21ാമത്തെ ശ്ലോകമാണ്. അനേകധർമ്മ വിഭ്രാന്ത സ്ത്രൈണ പാഖണ്ഡവാദിന ശുകശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാസ്തേയതി പണ്ഡിത. അനേക ധർമ്മവിഭ്രാന്ത, അനേക വിധത്തിലുള്ള ധർമ്മങ്ങളിൽ വിഭ്രാന്ത ഭ്രമിക്കുന്നവരും, സ്ത്രൈണ അതായത് സ്ത്രീകളിൽ ആസക്തിയുള്ളവരും, പാഖണ്ഡവാദിന പാഖണ്ഡവാദം ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകൾ. അവർ പണ്ഡിതന്മാരായിരുന്നാൽ കൂടെയും ശുകശാസ്ത്ര കഥോച്ചാരേ ത്യാജ്യാസ്തേയതി പണ്ഡിത. ശുകശാസ്ത്ര കഥോച്ചാരേ, ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ള കഥകൾ, ഈ ഭാഗവത കഥ വായിക്കുന്നതിൽ അവരെ അവരെ ഒഴിവാക്കണം. ത്യാജ്യാസ്തേ, ത്യാജ്യ തേ ആണ് ത്യാജ്യാസ്തേ. ത്യാജ്യ എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കി നിർത്തണം. തേ യതി പണ്ഡിത, തേ അങ്ങനെയുള്ള അവരെ യതി പണ്ഡിത, പണ്ഡിതന്മാരായിരുന്നാൽ പോലും അവരെ ഒഴിവാക്കി നിർത്തണം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. അനേകധർമ്മ വിഭ്രാന്ത സ്ത്രൈണ പാഖണ്ഡവാദിന ശുകശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാസ്തേയതി പണ്ഡിത. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അനേകധർമ്മ വിഭ്രാന്ത, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പാഖണ്ഡവാദിന, അവിടെ വിസർഗമുണ്ട്. പണ്ഡിത, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അതും പകുതി ഹകാരത്തിൽ വായിക്കാനുള്ളതുണ്ട്, അകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട്. അതും ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. വക്തു പാർശ്വേ സഹായാർത്ഥമന്യസ്ഥാപ്യസ്തഥാവിധ പണ്ഡിത സംശയച്ഛേത്ത ലോകബോധന തൽപര. വക്തു പാർശ്വേ സഹായാർത്ഥമന്യസ്ഥാപ്യസ്തഥാവിധ. വക്തു പാർശ്വേ, ആ വായിക്കുന്ന, വക്തു എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ആളിൻ്റെ പാർശ്വേ, അതിൻ്റെ അടുത്ത് തന്നെ, അതിൻ്റെ
വശങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സമീപം തന്നെ സഹായാർത്ഥം അന്യ സ്ഥാപ്യസ്തഥാവിധ, സഹായാർത്ഥം സഹായത്തിനായിക്കൊണ്ട് അന്യ സ്ഥാപ്യസ്തഥാവിധ, അതായത് ഇദ്ദേഹത്തിന് തുല്യനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നിഷ്ഠകൾ നന്നായി അറിയുന്ന ഒരാളാവണം. ഒരു ഭാഗവത സപ്താഹത്തിലെ സപ്താഹവേദിയിൽ ഏതൊക്കെ തരത്തിലുള്ള നിഷ്ഠകൾ പാലിക്കണമെന്ന് നന്നായി അറിയുന്ന, അതായത് ഇതിന് തുല്യനായിട്ടുള്ള ഒരാളായിരിക്കണം അടുത്ത് ഉണ്ടാവണം. ആള് സംശയങ്ങളെ തീർത്ത്, അതുകൊണ്ട് തന്നെ പണ്ഡിത സംശയച്ഛേത്ത, പണ്ഡിതനായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ആളും അടുത്ത് തന്നെ കൂടെ തന്നെയുള്ള ആൾ സഹായിയാവണം, പണ്ഡിതനാവണം. സംശയച്ഛേത്ത, സംശയങ്ങളെ ദൂരീകരിക്കുന്നവനാവണം. ജനങ്ങളെ സംശയങ്ങൾ തീർത്ത് ശരിയായ ബോധമുളവാക്കുന്നതിൽ തൽപരനായിട്ടുള്ളവനാവണം. പിന്നെയോ ലോകബോധന തൽപര, ഈ ജനങ്ങളെ, ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ, ബോധന തൽപര, അവരെ ശരിയായ അറിവ് പകർന്നുകൊടുത്ത് ആത്മീയമായി ബോധന തൽപര എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവരാൻ താല്പരനായിട്ടുള്ളവനാകണം. അപ്പോൾ എപ്പോഴും ഒരു പ്രധാന വക്താവും ഉണ്ടാവും, അതിൻ്റെ അടുത്ത് തന്നെ ഒരു സഹായിയായിട്ട് ജനങ്ങളെ ഉയർത്തുന്നതിൽ, ജനങ്ങളുടെ ആ ഒരു ആത്മീയമായ തലത്തെ ഒന്ന് പോഷിപ്പിക്കുന്നതിൽ തൽപരനായിട്ടുള്ള മറ്റൊരു പണ്ഡിതനും ഉണ്ടാവും. വക്തു പാർശ്വേ സഹായാർത്ഥമന്യസ്ഥാപ്യസ്തഥാവിധ പണ്ഡിത സംശയച്ഛേത ലോകബോധന തത്പര. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വക്തു പണ്ഡിത ലോകബോധന തൽപര സഹായാർത്ഥമന്യ, അവിടെ എല്ലാം വിസർഗമുണ്ട്. അതേപോലെ സ്ഥാപ്യസ്തഥാവിധ, അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊന്ന് സഹായാർത്ഥം അന്യ ആണ്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്ഥാപ്യസ്തഥാവിധ, അവിടെ അക്ഷരങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 23-ാമത്തെ ശ്ലോകമാണ്. വക്ത്രാക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാവ്രതാപ്തയേ അരുണോദയേ സൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത്. വക്ത്ര ക്ഷൗരം പ്രകർത്തവ്യം, വക്ത്ര എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ആള്, ക്ഷൗരം പ്രകർത്തവ്യം, അതായത് ഈ സപ്താഹയജ്ഞമൊക്കെ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം തന്നെ, ദിനാദർവാവ്രതാപ്തയെ, അതിന് തൊട്ടു മുൻപുള്ള ദിവസം തന്നെ ക്ഷൗരം പ്രകർത്തവ്യം, അതായത് വ്രത ദീക്ഷാർത്ഥമായിക്കൊണ്ട് ക്ഷൗരമെല്ലാം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ സപ്താഹത്തിൻ്റെ 7 നാളുകളിൽ ഇങ്ങനെയുള്ളതിലൊന്നും ദേഹബോധത്തിലേക്ക് മനസ്സ് വ്യാപരിക്കാതെ ഇരിക്കാൻ അതിനു മുൻപ് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരിക്കൽ ഈ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ഭഗവത് സമർപ്പണമായിക്കൊണ്ട് വേണം ഭാഗവതം വായിക്കുന്നതിനും ഭാഗവത കഥകൾ പറയുന്നതിനും. അതുകൊണ്ട് തന്നെ സപ്താഹം തുടങ്ങുന്നതിന് തലേന്നാൾ തന്നെ ക്ഷൗരം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം നടത്തിയിരിക്കണം. പിന്നെയോ ദിനാദർവാവ്രതാപ്തയെ അരുണോദയെ സൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത്. എല്ലാ ദിവസവും അരുണോദയെ സൗ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അരുണോദയത്തിൽ തന്നെ സ്നാനാദി കർമ്മങ്ങളെല്ലാം നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത്, അതായത് സ്നാനമെല്ലാം കഴിഞ്ഞിരിക്കണം, ശൗചമെല്ലാം കഴിഞ്ഞ് ശുദ്ധനായതിന് ശേഷം വേണം അരുണോദയത്തിൽ ഈ കർമ്മത്തിനായിട്ട് ഇരിക്കാൻ. അപ്പോൾ അരുണോദയത്തിന് മുൻപ് തന്നെ ശൗചവും സ്നാനവും എല്ലാം കഴിച്ച് ശുദ്ധനായിട്ട് വന്ന് വേണം ഇതിനിരിക്കാൻ. ആ സമയം എടുത്തു പറഞ്ഞു, അരുണോദയത്തിൽ ഇവിടെ വന്ന് ഇരിക്കുന്നത് അതിനു മുൻപ് തന്നെ ഇതെല്ലാം കഴിച്ചിട്ട് വേണം. ഇനി അടുത്തത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വക്ത്രാക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാവ്രതാപ്തയേ അരുണോദയേ സൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത്. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദിനാദർവാഗ്
വ്രതാപ്തയെ, അതായത് വ്രത ദീക്ഷാർത്ഥം ഇതുപോലെ സപ്താഹയജ്ഞം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ക്ഷൗരമൊക്കെ ചെയ്തിരിക്കണം. അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് അരുണോദയേ സൗ, അവിടെ കാരം കുറച്ച് നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. ഇനി അടുത്ത 24-ാമത്തെ ശ്ലോകമാണ്. നിത്യം സംക്ഷേപതഃ കൃത്വാ സന്ധ്യാദ്യം സംപ്രയത്നതഃ കഥാവിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. ഇവിടെ പറയുകയാണ്, നിത്യം സംക്ഷേപതഃ കൃത്വാ സന്ധ്യാദ്യം സ്വം പ്രയത്നത. നിത്യം എന്ന് പറഞ്ഞാൽ എന്നും തന്നെയും കൃത്വാ സന്ധ്യാദ്യം സ്വം പ്രയത്നത. നിത്യം സംക്ഷേപത എന്ന് പറഞ്ഞാൽ എന്നും ചെയ്യേണ്ടതായിട്ടുള്ള, കൃത്വാ സന്ധ്യാദ്യം സന്ധ്യാവന്ദനാദികളായിട്ടുള്ള കർമ്മങ്ങളെ സ്വം പ്രയത്നത, അത് എന്തൊക്കെ തടസ്സങ്ങൾ വന്നിരുന്നാൽ പോലും അതിന് മുടക്കം കൂടാതെ, സ്വം പ്രയത്നത പ്രയത്നിച്ചിട്ടാണെങ്കിലും അത് മുടങ്ങാതെ സന്ധ്യാവന്ദനങ്ങളെ ചെയ്തിരിക്കണം. പിന്നെയോ കഥാവിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. കഥാവിഘ്നവിഘാതായ, ഈയൊരു സൽക്കർമ്മം തുടങ്ങുമ്പോൾ അതിന് വിഘ്നങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, തടസ്സങ്ങളെല്ലാം മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ട് ഗണനാഥം പ്രപൂജയേത്. ഗണനാഥം എന്ന് പറഞ്ഞാൽ ശ്രീ വിഘ്നേശ്വര ഭഗവാനെ, ഗണപതി ഭഗവാനെ പരമഭക്തിയോടുകൂടി തന്നെ വിധിപ്രകാരം തന്നെ പ്രപൂജയേത്, പൂജ ചെയ്യണം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിത്യം സംക്ഷേപതഃ കൃത്വാ സന്ധ്യാദ്യം സ്വം പ്രയത്നത കഥാവിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സംക്ഷേപത, പ്രയത്നത, ഇങ്ങനെ 2 ഇടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത 25-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.